മക്കളെ ഇങ്ങനെയാണ് മോഡൽ എക്സാമിന് ടൈം ടേബിൾ എങ്കിൽ നിങ്ങളെ വല്ലാതെ അത് കുടുക്കിയേക്കാം. ഈ ഒരു രീതി നടപ്പാക്കുന്നതിലൂടെ A+കളുടെ എണ്ണം കുറയ്ക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ്. മോഡൽ എക്സാമിന് ശേഷം വെറും 10 ദിവസം മാത്രമേ മക്കൾക്ക് മെയിൻ എക്സാമിലേക്ക്. യെസ് മക്കളെ, റേസ് ഏകർന്നും ആർട്ടിസാറാണ്. നമ്മളെ SSLC എക്സാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും നമുക്ക് വിലപ്പെട്ടതാണ്. നമ്മൾ അറിഞ്ഞു പഠിച്ചാൽ A+ലേക്ക് എത്താൻ വലിയ വിഷമമൊന്നും ഉണ്ടാവില്ല. മക്കൾ പത്രക്കടിങ്ങോ കണ്ടു കാണും അല്ലേ? എക്സാം കടുക്കുന്നു, ക്വസ്റ്റ്യൻ പേപ്പർ ടഫാവും, പാറ്റേൺ മാറ്റം, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളാണ് പറയുന്നത്. പക്ഷേ ഒന്നുമില്ല, വീണ്ടും ഞാൻ പറയുന്നു, അറിഞ്ഞു പഠിച്ചാൽ A+ലേക്ക് മക്കൾക്ക് ഈസി ആയിട്ട് എത്താൻ പറ്റും. ഇപ്പൊ ഈ പാറ്റേൺ മാറ്റത്തിലൂടെയൊക്കെ ഗവൺമെന്റ് ലക്ഷ്യപ്പെടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ A+ന്റെ എണ്ണം കുറയ്ക്കുക എന്ന് തന്നെയാണ്. മക്കളൊന്ന് അനലൈസ് നോക്കിയാൽ മനസ്സിലാവും. 2022 44,000 കുട്ടികൾക്ക് A+ കിട്ടിയപ്പം 2023 അത് കടന്നപ്പം അത് എത്രയിലേക്ക്? 68,000 ഉയർന്നു. 2024 അത് 71,000 ഉയർന്നു. അപ്പൊ A+ന്റെ എണ്ണം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി എക്സാം നിങ്ങളെ മെയിൻ എക്സാം ടഫ് ആവാൻ ചാൻസ് ഉണ്ട്. അതാണ് നമ്മൾ ക്രിസ്മസ് എക്സാം നമ്മളെ പഠിപ്പിക്കുന്നത്. ആ ക്രിസ്മസ് എക്സാമിലെ ക്വസ്റ്റ്യനിലുള്ള മാറ്റം നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരുപാട് ക്വസ്റ്റ്യൻ ഒന്നും മാറിയിട്ടില്ലേ? അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, അവർ ലക്ഷ്യമിടുന്നത് A+കാരെ തന്നെയാണ്. 20% ക്വസ്റ്റ്യൻസ് മാത്രമേ മാറിയിട്ടുള്ളൂ. അതായത് 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ മാത്രമേ അവർ കടുപ്പിക്കുള്ളൂ എന്നാ പറയുന്നത്. ക്ലിയർ അല്ലേ? ആ 8 മാർക്ക് നമുക്ക് വാങ്ങാൻ പറ്റണം. എങ്ങനെയാ? അറിഞ്ഞു പഠിച്ചാൽ. നിങ്ങൾ നോക്കിയേ, CBSE ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ. പക്ഷെ അതവരൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി, ആ പാറ്റേൺ ഒന്ന് മാറ്റിയിട്ട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് അവർ കൊടുത്തിരിക്കുകയാണ്. ഇതാ സ്റ്റേറ്റ്മെന്റ് 1, സ്റ്റേറ്റ്മെന്റ് 2 കൊടുക്കുന്നു. സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക, സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക, സ്റ്റേറ്റ്മെന്റ് 2 സ്റ്റേറ്റ്മെന്റ് 1ന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യുക, എന്നിട്ട് ആൻസർ എഴുതുക. പക്ഷേ മക്കൾ എന്ത് ചെയ്യണം? അറിഞ്ഞങ്ങ് പഠിക്കണം, എന്നാൽ അത് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ടൈപ്പ് ക്വസ്റ്റ്യൻ മക്കൾ എന്ത് ചെയ്യണം? ഒന്ന് പ്രാക്ടീസ് ചെയ്തിരിക്കുക. ഓക്കെ, രണ്ടാമത്തെ കാര്യം, NCERT-യിൽ ഒരു പോയിന്റ് കണ്ടോ നിങ്ങൾ? ഒരു വാട്ട് ഈസ് ഒപ്റ്റിമം ടെമ്പറേച്ചർ യൂസ്ഡ് ഇൻ ഹാബർ പ്രോസസ്. നിങ്ങൾക്കറിയാം അല്ല, എനിക്ക് ഉറപ്പാണ് എല്ലാവർക്കും SSLC എക്സാം എഴുതാൻ പോകുന്ന ഒരു കുട്ടി ഹാബർ പ്രോസസ് പഠിക്കാതെ പോയില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. പക്ഷേ നിങ്ങൾ എന്ത് പഠിക്കില്ല? അതിലെ ടെമ്പറേച്ചർ നിങ്ങൾ അങ്ങ് സ്കിപ്പ് ചെയ്യും. അത് നമ്മളായാൽ പോലും നോർമലി ചോദിക്കാത്ത ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ സ്കിപ്പ് ചെയ്യാറില്ലേ? അതുപോലെ തന്നെ മക്കളും സ്കിപ്പ് ചെയ്യും. അത്തരം കാര്യങ്ങൾ, അതായത് നിങ്ങൾ സ്കിപ്പ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് തോന്നാൻ പാടില്ല. എല്ലാ പോയിന്റുകളും പഠിക്കുക, ടെമ്പറേച്ചർ ഉൾപ്പെടെയുള്ള ചെറിയ ചെറിയ പോയിന്റുകൾ പഠിക്കുക. എന്നാൽ മാത്രമേ A+ലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ എന്ന് ഓർമ്മിക്കുക. ഓക്കെ അല്ലേ? യെസ്. അപ്പം നമ്മൾ എന്തിലേക്ക് പോവാണ്? മോഡൽ എക്സാമിന് ടൈം ടേബിൾ. മോഡൽ എക്സാമിന് ടൈം ടേബിൾ എന്ന് പറയുന്നത് ഈ വർഷത്തെ മോഡൽ എക്സാം ടൈം ടേബിൾ അല്ല, കഴിഞ്ഞ വർഷത്തെ മോഡൽ എക്സാം ടൈം ടേബിൾ ആണ്. പക്ഷേ ഇതിൽ വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. ഇതുവരെയുള്ള ടൈം ടേബിൾ നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുന്നതിനും മോഡൽ എക്സാമിന്റെ ടൈം ടേബിൾ വലിയ മാറ്റമൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഭയങ്കര ഇതിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ള ടൈം ടേബിൾ ആണിത്. ഒരു ദിവസം 2 എക്സാം എഴുതേണ്ട ഒരവസ്ഥ നിങ്ങൾക്കുണ്ട്. നിങ്ങൾ നോക്കുക, മോഡൽ എക്സാം ടൈം ടേബിൾ 19-ാം തീയതിയാണ് കഴിഞ്ഞ വർഷം തുടങ്ങിയത്. മലയാളം ഫസ്റ്റും മലയാളം സെക്കൻഡും. ഓക്കെ, അതായത് 9:45 മുതൽ 11:30 വരെയായിരുന്നു ഫസ്റ്റ് എക്സാം എങ്കിൽ അതേ ദിവസം തന്നെ 2 മണി മുതൽ 3:45 വരെ മക്കൾ രണ്ടാമതൊരു എക്സാം എഴുതും. ഒരു ദിവസം 2 എക്സാം എഴുതുന്ന ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. പിന്നെ തൊട്ടടുത്ത ദിവസം 20-ാം തീയതി സെക്കൻഡ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ഉണ്ട്. അതേ ദിവസം തന്നെ തേർഡ് ലാംഗ്വേജ് ഹിന്ദിയും പഠിക്കുന്നുണ്ട്. ഒരു ദിവസം 2 എക്സാം എഴുതാം. ഇതൊക്കെ പോട്ടെ, ലാംഗ്വേജ് ആവുന്ന സ്ഥലത്ത് മക്കൾ കുറച്ച് റിലാക്സ് ചെയ്ത് എഴുതാം, ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുമെന്നൊക്കെ നിങ്ങൾ കരുതും. പക്ഷേ നിങ്ങൾ നോക്കേണ്ടത് 21-ാം തീയതി വരുന്ന സമയത്ത് ഫിസിക്സും കെമിസ്ട്രിയും ഒരു ദിവസം തന്നെ, 22-ലേക്ക് വരുന്ന സമയത്ത് സോഷ്യൽ സയൻസും ബയോളജിയും ഒരേ ദിവസം, 23-ാം തീയതി മാത്തമാറ്റിക്സ്. അപ്പം മോഡൽ എക്സാമിന്റെ ടൈം, കഴിഞ്ഞ വർഷത്തെ മോഡൽ എക്സാമിന്റെ ടൈം ടേബിൾ നല്ല ടഫ് തന്നെയാണ്. ഭയങ്കര പാക്ഡ് ആണ്. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്യാപ്പ് പോലും കിട്ടാതെ എക്സാം എഴുതുക, എല്ലാം കൂടി പഠിച്ചത് മറന്നു പോകുക, അങ്ങനെയുള്ള ഒരുപാട് ടെൻഷൻ ഉണ്ട്. അതേ ടെൻഷൻ നിങ്ങൾക്ക് ഈ വർഷവും നിങ്ങൾ ഫേസ് ചെയ്യാൻ തന്നെ വേണ്ടി വരും. അതുകൊണ്ട് എന്ത് ചെയ്യുക? ആദ്യമേ മോഡൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ആയിട്ട് പോവുക. ഞാൻ എന്ത് വന്നാലും എഴുതും എന്നുള്ള വ്യക്തമായിട്ടുള്ള ഉറപ്പ് എടുക്കുക. അറിഞ്ഞു പഠിക്കുക. ഇതാണ് എൻ്റെ മോഡൽ എക്സാമിൻ്റെ ടൈം ടേബിൾ എന്നുള്ള വ്യക്തമായ ധാരണയോടുകൂടി പഠിക്കുക. ഓക്കെ, ഇനി മോഡൽ എക്സാം ടൈം ടേബിൾ വരും, വലിയ മാറ്റമൊന്നും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട. അപ്പം നമ്മൾ മെയിൻ എക്സാമിൻ്റെ ടൈം ടേബിളിലേക്ക് പോവുകയാണ്. മെയിൻ എക്സാമിൻ്റെ ടൈം ടേബിൾ ഓൾറെഡി മക്കൾക്ക് വന്നു കഴിഞ്ഞതാണ്.
അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ മോഡൽ എക്സാമിൽ നിന്ന് മെയിൻ എക്സാമിലേക്ക് എത്താൻ വെറും 10 ദിവസം മാത്രമേ ഉള്ളൂ. SCRT തറവായിട്ട് അങ്ങോട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് A+ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, നന്നായിട്ട് പഠിക്കണമെന്ന് മാത്രം, ഒരു പോയിന്റ് പോലും വിടാതെ പഠിക്കുക എന്നുള്ളതാണ്. അതായത് 20% ക്വസ്റ്റ്യൻ മാത്രമല്ലേ ടഫ് ആക്കുന്നുള്ളൂ, അതിനു വേണ്ടി അറിഞ്ഞങ്ങ് പഠിച്ചാൽ A+ ഈസി ആയിട്ട് മക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മക്കളെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്യുക, ഏകണ്ട SLC ചാനലിൽ കിട്ടും. മക്കൾ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറന്നു പോകരുത്, സബ്സ്ക്രൈബ് ചെയ്തോളൂ.